പാലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും. അവിടെ ബോംബ് വീണ സ്ഥലത്ത് റോസാപ്പൂ ചെടികൾ നട്ടുപിടിപ്പിക്കും. പുനരധിവാസത്തിന് വേണ്ട തുട്ട് അമേരിക്ക ചെലവാക്കും. അതിനുവേണ്ടി ഈ പദ്ധതി നടത്തിപ്പ് ശരിക്കും നടക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും. പിന്നെ ഭരണത്തിന് വേണ്ടി വേറൊരു കമ്മിറ്റി രൂപീകരിക്കും. റിഡക്ഷൻ സൈഡിൽ മേടിച്ച ബോംബ് മിസൈലൊക്കെ ഒരുപാടുണ്ട്. അത് മുഴുവനും കൊണ്ടുവന്ന് ഈ ഗസ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശത്ത് അത് പൂർണ്ണമായിട്ടും പ്രയോഗിച്ചു. ഒരു കാരണവശാലും ഈ പോരാളികളെ വിട്ടുകയറുകയില്ല. ഹമാസിൻ്റെ കട പറിച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെ കൈയും ഹമാസിൻ്റെ പൂർവ്വമായിട്ട് യുദ്ധം അങ്ങനെ നീണ്ടു അങ്ങനെ 2 കൊല്ലമായി. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഒരു 20 പരിപാടി ഉണ്ടാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. 20 പരിപാടി അംഗീകരിച്ചാൽ അപ്പോൾ യുദ്ധം അവസാനിക്കും. ഇസ്രായേലും ഹമാസും തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ ഇതോടുകൂടി അവസാനിക്കുകയാണ്. സമാധാന ദൂതനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമാധാന സമ്മാനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മധ്യപൗരസ്ത്യ ദേശത്ത് സമാധാനം മടങ്ങി വരികയാണ് എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. ഇസ്രായേലും ഹമാസും തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ ഇതോടുകൂടി അവസാനിക്കുകയാണ്. സമാധാന ദൂതനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമാധാന സമ്മാനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കൊടുക്കാതിരുന്നാൽ ഇനിയിപ്പോൾ സമാധാന കമ്മിറ്റിക്ക് മാത്രമേ അതിൻ്റെ അപമാനഭാരം താങ്ങേണ്ടതുള്ളൂ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നൊബേൽ സമ്മാനത്തെക്കാളൊക്കെ ഉയർന്നൊരു സ്ഥാനം അദ്ദേഹത്തിന് ലോകത്തെമ്പാടുമുള്ള സമാധാനകാംക്ഷികളുടെ ഹൃദയത്തിലും മനസ്സിലും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നൊബേൽ സമ്മാനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്കറിയാം 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത്. ഹമാസിൻ്റെ ധർമ്മഭടന്മാർ കമ്പിവേലി പൊളിച്ച് കരമാർഗവും പിന്നെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചു, മിസൈലുകൾ ഉപയോഗിച്ചു, വ്യോമമാർഗവും കടൽ കടന്ന് നാവിക മാർഗവും ഇസ്രായേലിനെ ആക്രമിച്ചു. ഏതാനും ആളുകളെ കൊലപ്പെടുത്തി, കുറച്ച് പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. ഇസ്രായേലിൻ്റെ തടങ്കലിൽ കഴിയുന്ന ഏതാനും ഹമാസ് പോരാളികളെ വിട്ടുകിട്ടണം എന്നാവശ്യം. ഒരു കാരണവശാലും ഈ പോരാളികളെ വിട്ടുകയറുകയില്ല. ഹമാസിൻ്റെ കട പറിച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണയുമായിട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ രംഗത്ത്. പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവനും ഹമാസിനെതിരായിട്ടും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ട്. ആകെ വന്നിട്ട് പോയിട്ടും ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി മുതലായ സ്ഥലങ്ങളിലേക്കുള്ള ചില വിദ്യാർത്ഥി സഖാക്കൾ മാത്രമാണ് ഹമാസിനെ പിന്തുണയ്ക്കാനും പാലസ്തീൻ്റെ പതാക പാറിപ്പറപ്പിക്കാനും രംഗത്ത് വന്നു. ബാക്കി എല്ലാവരും ഇസ്രായേലിന് അനുകൂലമാണ്. ഇസ്രായേലാണെങ്കിൽ അങ്ങനെ ആളുകളെ കൊല്ലും, കൊലയായിട്ട് ബോംബ് ഇടുന്നു. അവർ റിഡക്ഷൻ സൈഡിൽ മേടിച്ച ബോംബ് മിസൈലൊക്കെ ഒരുപാടുണ്ട്. അത് മുഴുവനും കൊണ്ടുവന്ന് ഈ ഗസ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശത്ത് അത് പൂർണ്ണമായിട്ടും പ്രയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആശുപത്രികൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, റേഷൻ ഡിപ്പോകൾ തകർന്നു. എന്തിന്? നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന സാധാരണ കടകൾ, ഈ മൂർഖാക്കടകൾ വരെ തകർന്നു പോയി. ഒരുപാട് ആളുകൾ മരിച്ചു, വൃദ്ധന്മാർ മരിച്ചു, ചെറുപ്പക്കാർ മരിച്ചു, കുട്ടികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു. ഒരുപാട് പേരുടെ അംഗഭംഗം വന്നു. അവർക്ക് ഇനി മേലിലൊരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതിൻ്റെ നേതാക്കന്മാരായ കുറച്ച് ആളുകളും കൊല്ലപ്പെട്ടു. പക്ഷേ അധികം ആളുകളും തീർത്തും നിരപരാധികളായിരുന്നു, നിഷ്കളങ്കരായിരുന്നു. അങ്ങനെ ഇസ്രായേൽ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ആക്രമണം തുടരുന്നു, ഹമാസ് ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനിടയ്ക്ക് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഇസ്രായേൽ ചതിയിൽ കൊല്ലുന്നു. ഇസ്മായിൽ ഹനിയെ വധിക്കുന്നു, യഹ്യ സിൻവറിനെ വധിക്കുന്നു. ഇവരെ സഹായിക്കുന്ന ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ നേതാക്കന്മാരെ കൊല്ലും. ഇറാനിലെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ തകർന്ന് മരിക്കും. ആണവ ശാസ്ത്രജ്ഞനെ കൊല്ലും. അത് കഴിഞ്ഞ് ടെഹ്റാനിലെ ആക്രമണം നടന്നു, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു, ഗോലാൻ കുന്നുകളിൽ ആക്രമണം നടന്നു, സീനായിൽ ആക്രമണം നടന്നു. അങ്ങനെ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. ലോകത്തുള്ള അറബ് രാജ്യങ്ങളൊക്കെ സംഘടിച്ച്
സംഘടിച്ച് ശക്തരാകുവരുന്ന മുദ്രാവാക്യം വിളിക്ക് യാതൊരു സഹായവും ഹമാസിന് ചെയ്യാതിരിക്കുകയും ചെയ്യും. വന്നിട്ട് പോയിട്ട് ഇറാനും അവരുടെ ചില സാറ്റലൈറ്റുകളായ ഹൂതികളും അതുപോലെ ഹിസ്ബുള്ളയും മാത്രമാണ് എന്തെങ്കിലും ചെയ്തത്. നമ്മുടെ റജബ് തയ്യബ് ഉർദുഗാൻ എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട് തുർക്കിയിൽ. അദ്ദേഹം വാക്കുകൾ കൊണ്ട് വലിയ സഹായം ചെയ്യും. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇസ്രായേലിൻ്റെ മൂക്ക് എത്തിക്കളയും എന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറത്ത് പുള്ളിയൊന്നും ചെയ്തില്ല. പിന്നെ കൊസോവോ മുതൽക്ക് ബോസ്നിയ, അൽബേനിയ മുതൽക്ക് ഇന്തോനേഷ്യ, മലേഷ്യ വരെയുള്ള മുസ്ലിം രാജ്യങ്ങൾ, പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കം, അവരുമൊക്കെ ഈ യുദ്ധം കണ്ട് നെടുവീർപ്പിടുകയും അയ്യോ കഷ്ടമായി പോയി എന്ന അഭിപ്രായം പറയുകയും ചെയ്തതിനപ്പുറത്ത് യാതൊന്നും ചെയ്തില്ല. സൗദി അറേബ്യയുടെ ആരും പറയാനുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും യാതൊരു സഹായവുമില്ലാതെ ഈ ഹമാസുകാർ അവരാൽ കഴിയുന്ന രീതിയിൽ കണ്ടന്തടി മുണ്ടന്തടിയൊക്കെ എടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഇസ്രായേലുകാർ വലിയ തിരിച്ചടി നൽകി. നമ്മൾ ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുക എന്ന് പറയുന്നത്, ഇവിടെ അങ്ങനെയല്ല, ചുണ്ടങ്ങ കൊടുത്ത് വരിക്കച്ചക്ക മേടിക്കുന്ന പരിപാടിയും. അങ്ങനെ ഈ ആൾനാശം വല്ലാതെ വർദ്ധിച്ചു. അവസാനം ഈ പാശ്ചാത്യരുടെ കരളലിയാന്ന് പറയും. ഈ ഐസ് ഫ്രൂട്ട് വെയിലത്ത് വെച്ച പോലെ ബ്രിട്ടൻ അലിഞ്ഞു, കാനഡ അലിഞ്ഞു, ഓസ്ട്രേലിയ അലിഞ്ഞു, ഫ്രാൻസ് അലിഞ്ഞു. ഇവരൊക്കെ തത്വാധിഷ്ഠിതമായിട്ട് നമ്മുടെ പാലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു. ഇവരുടെ അംഗീകാരം കൊണ്ട് പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ? ഒരു വിശേഷമില്ല. ഇസ്രായേലിൻ്റെ കയ്യും ഹമാസിൻ്റെ പൂർവ്വമായിട്ട് യുദ്ധം അങ്ങനെ നീണ്ടു പോയി. അങ്ങനെ 2 കൊല്ലമായി. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഒരു 20 പരിപാടി ഉണ്ടാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. 20 പരിപാടി അംഗീകരിച്ചാൽ അപ്പോൾ യുദ്ധം അവസാനിക്കും, പാലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും, അവിടെ ബോംബ് വീണ സ്ഥലത്ത് റോസാപ്പൂ ചെടികൾ നട്ടുപിടിപ്പിക്കും, പുനരധിവാസത്തിന് വേണ്ട തുട്ട് അമേരിക്ക ചെലവാക്കും. അതിനുവേണ്ടി ഈ പദ്ധതി നടത്തിപ്പ് ശരിക്കും നടക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും. പിന്നെ ഭരണത്തിന് വേണ്ടി വേറൊരു കമ്മിറ്റി രൂപീകരിക്കും. അതിൻ്റെ തലവനായിട്ട് ടോണി ബ്ലെയറിനെ നിയമിക്കും. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ആര്? ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ വാക്ക് വിശ്വസിക്കുന്നവർക്ക് ഈ കരാർ ഒപ്പിട്ട് പ്രശ്നം തീർക്കാം. ഈ കരാർ ഭയങ്കര തട്ടിപ്പാണ്, ഉടായിപ്പാണ്. ഇതിൽ ഒപ്പിട്ടാൽ ഹമാസിൻ്റെ ആപ്പീസ് പൂട്ടും, പിന്നെ പാലസ്തീൻ്റെ അജ് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നൊക്കെ നമ്മുടെ മാധ്യമ പത്രം എഡിറ്റോറിയൽ മുഖേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുപ്രഭാതവും അത് തന്നെ ചെയ്തിട്ടുണ്ട്. സിറാജും അതേ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പത്രങ്ങൾക്കൊന്നും പാലസ്തീനിൽ യാതൊരു പ്രചാരവുമില്ല. നമ്മൾ ഖാൻ യൂനിസിൽ ചെന്നിട്ട്, അതല്ല ഗസയിൽ ചെന്നിട്ട് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ചോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇല്ല എന്ന് പറയും. കാരണം ഈ പത്രത്തിന് കേരളത്തിൽ മാത്രം സർക്കുലേഷൻ. അങ്ങനെ ഒരു വലിയ പരാധീനത ഉണ്ട്. ഏതായാലും ഈ എഡിറ്റോറിയൽ വായിക്കാത്തതുകൊണ്ട് നിഷ്കളങ്കരായ പാലസ്തീൻകാർ ഈ കരാറിൽ ഒപ്പിട്ട് പ്രശ്നം അവസാനിപ്പിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു വഞ്ചനയിലേക്ക്, ചതിയിലേക്ക് ഈ പാവപ്പെട്ട പാലസ്തീൻകാർ പോവുകയാണ്. ഹമാസിൻ്റെ ധർമ്മഭടന്മാർ പോവുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവരുടെ പുറവും ഇസ്രായേലിൻ്റെ കൈയും തമ്മിലായിരുന്നു മത്സരം. ഇപ്പോഴും അത് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ തുടരുകയാണ്. ഇവരെ യുദ്ധരംഗത്ത് ഉറപ്പിച്ചു നിർത്തേണ്ടത് കേരളത്തിലുള്ള ഓരോ ഹമാസുകാരൻ്റെയും ഉത്തരവാദിത്തമാണ്, ലക്ഷ്യമാണ്. പക്ഷേ അവരിതിന് ശ്രമിക്കുന്നതോറും ഈ സാക്ഷാൽ ഹമാസുകാർക്ക് മതിയാവുകയാണ്, മടുപ്പ് വരികയാണ്, അവർ പിന്മാറുകയാണ്. അതുകൊണ്ട് പാവം അടുപ്പൂട്ടി ചർച്ചക്കാർ പോലും പറയുന്നത് ഈ ട്രംപിൻ്റെ പുതിയ കരാറുണ്ടല്ലോ 20 പരിപാടി എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഇത് പാവപ്പെട്ട ഫലസ്തീൻകാരെ കുഴിയിലിറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ആരും വിശ്വസിച്ച് പോകരുത്. നിങ്ങൾ യുദ്ധം തുടരണം. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ആയുധങ്ങൾ ഉണ്ടാവില്ല. തോക്കിന് പകരം കൂന്താലിയാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ച് ആക്രമണം നടത്തണം. ഇനി കൂന്താലി ഇല്ലെങ്കിൽ കാലിക്കത്തി വെച്ച് യഹൂദന്മാരെ നേരിടണം. ഒരു കാരണവശാലും കീഴടങ്ങരുത് എന്ന് ഇവർ പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് കീഴടങ്ങിയ മതിയെ എന്ന് മറ്റവർ പറയും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം ജയിച്ചവരും തോറ്റു, തോറ്റവരും തോറ്റു എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വഴി തള്ളുന്ന ആളുകൾ പറയുന്നത് ഇസ്രായേൽ പരിപൂർണമായിട്ട് തോറ്റു, ഹമാസ് ഗംഭീരമായിട്ട് ജയിച്ചു. കാരണം ഇസ്രായേലിന് നഷ്ടപ്പെടാൻ പലതുണ്ട്, ഹമാസിന് ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ലാത്ത ഹമാസിന് നഷ്ടപ്പെടാനും ഒന്നുമില്ല, കിട്ടാനും ഒന്നുമില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം യുദ്ധം വമ്പിച്ച വിജയമാണ്. ഇസ്രായേലിന് അങ്ങനെയല്ല, അവർക്ക് കിട്ടാൻ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇസ്രായേൽ വമ്പിച്ച പരാജയത്തിൽ ചെന്ന് അവസാനിച്ചു എന്നാണ് ഇവർ പറയുന്നത്.
നമുക്കിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് നിലപാടിന് വേണമെങ്കിലും സ്വീകരിക്കാം. യാതൊരു കുഴപ്പമില്ല. ധൈര്യസമേതം സമാധാനമായിട്ട് ജീവിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകത്തെമ്പാടും സമാധാനം പുലരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.